ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ യാഥാർത്ഥ്യമാണെന്നോ മറിച്ചോ ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ വീഡിയോ പൂർണ്ണമായും ഒരു വിനോദത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. വെൽക്കം ബാക്ക്. വളരെ വിചിത്രവും ഭയാനകവുമായ 6 സ്കെയറി ഗോസ്റ്റ് വീഡിയോസ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. വളരെ വിചിത്രമായ ഒരു സ്കെയറി വീഡിയോ റീസെന്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ ഇതിന്റെ ഒറിജിനൽ സോഴ്സ് വ്യക്തമല്ല. ഒരു സെമിത്തേരിയിൽ വെച്ചാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. വീഡിയോയിൽ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ കാണാം. ആദ്യം വളരെ നോർമൽ ആയിരുന്ന ആ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ ഭയാനകമായി മാറി. പെട്ടെന്ന് ബാലൻസ് പോയ ഒരാൾ കുഴിമാടത്തിൽ വീണു. എന്നാൽ അപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അവിടെ ക്യാപ്ചർ ആയിരുന്നു. വീഡിയോ റീപ്ലേ ചെയ്താൽ ഒരു വിചിത്രമായ കൈ അയാളുടെ തോളിൽ പിടിച്ച് വലിച്ച് കുഴിയിലേക്കിടുന്നത് കാണാം. കുഴിമാടത്തിൽ മറ്റാരുമില്ല എന്നും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഈ വീഡിയോയുടെ സോഴ്സ് വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷനോ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചതെന്നോ ആർക്കും അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഫിലിപ്പീൻസിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോയാണ് അടുത്തത്. ചുവന്ന ജാക്കറ്റ് ധരിച്ച ഒരു സ്ത്രീ സ്ട്രീറ്റിലൂടെ നടന്നു വരുന്നത് കാണാം. ഇതേ സമയം അവിടെയുള്ള ഒന്നിലധികം സെക്യൂരിറ്റി ക്യാമറകളിൽ വിചിത്രമായ ഒരു സംഭവം ക്യാപ്ചറായി. Lain ako po. Ayan, kaya. Saan galing yan? Ang galing doon kami ng school. Ito sa may Maligaya Street yan. Yan ang mag-umpis sa mga lang nito. Ang tanya. Ayan, glitch ba? Sira yung CCTV natin. Pag-check kay Sanchez yung CCTV, bakit yun? ചിലര് പറയുന്നത് ഇതൊരു ക്യാമറ ഗ്ലിച്ചാണെന്നാണ്. എന്നാൽ ആ സ്ത്രീയുടെ തലയ്ക്കല്ലാതെ അവിടെയുള്ള മറ്റൊന്നിനും യാതൊരു കുഴപ്പവുമില്ല. അവരുടെ തല മാത്രം ട്രാൻസ്പെറന്റ് ആവുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മറ്റൊരു കാര്യം എന്തെന്നാൽ ഒരു വ്യക്തി ഫോട്ടോയിലോ വീഡിയോയിലോ തലയില്ലാതെ കാണപ്പെട്ടാൽ ഉടൻ അവർ മരണപ്പെടുമെന്നാണ് ഫിലിപ്പീൻസുകാർ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ കൂടുതൽ ഭയാനകമാക്കുന്നത് മിനിറ്റുകൾക്ക് ശേഷം അവിടെ നടന്ന സംഭവമാണ്. നിയന്ത്രണം വിട്ടുവന്ന ഒരു വണ്ടി അവരെ ഇടിച്ചിട്ടു. ആ ആക്സിഡന്റിൽ അവർ മരണപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത്. അതായത് അവരുടെ വിശ്വാസം പോലെ തന്നെ അത് സംഭവിച്ചു. ഫിലിപ്പീൻസിൽ റീസെന്റ് വൈറലായ ഈ വീഡിയോയുടെ സോഴ്സ് അറിയാത്തത് ഈ സംഭവം കൂടുതൽ ദുരൂഹമാക്കി മാറ്റുന്നു. ഒരു ടെലിവിഷൻ ന്യൂസ് ചാനൽ റെക്കോർഡ് ചെയ്ത വീഡിയോയാണ് അടുത്തത്. ഉറുഗ്വേയിലെ ഒരു മോർച്ചറിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആ മോർച്ചറിയെ പറ്റി റിപ്പോർട്ട് ചെയ്യാൻ ഒരു ജേർണലിസ്റ്റ് എത്തി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു. Bueno, estamos en interiores de la morgue del Hospital de Clínicas, pues y las condiciones en las que son complicadas. Les invito a que vean estas imágenes. Se siente un olor. പെട്ടെന്ന് ഡോറിന്റെ ലോക്ക് തനിയെ ചലിക്കുകയും ഡോർ ഓപ്പൺ ആവുകയും ചെയ്തു. ജേർണലിസ്റ്റ് ഇത് ശ്രദ്ധിച്ചെങ്കിലും അതൊരു ലൈവ് ബ്രോഡ്കാസ്റ്റ് ആയതുകൊണ്ട് തന്റെ പേടി പുറത്തു കാണിക്കാതെ അയാൾ ഒരു ചിരിയിലൊതുക്കുകയും മോർച്ചറിക്കുള്ളിൽ കയറുകയും ചെയ്തു.
invito a que vean estas imágenes. താൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ സ്ഥലം അതായിരുന്നുവെന്ന് അയാൾ പിന്നീട് പറഞ്ഞു. ചിലര് പറയുന്നത് വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന മോർച്ചറി ഇപ്പോൾ ഹോണ്ടഡ് ആണെന്നാണ്. ഒരുപാട് മിസ്റ്റീരിയസ് വീഡിയോസ് ഇന്റർനെറ്റിലുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തവും ഒരുപാട് ആളുകൾ റിയൽ ആണെന്ന് കരുതുന്നതുമായ ഒരു വീഡിയോയാണ് അടുത്തത്. ഒരു ദിവസം രാത്രിയിൽ ഒരു സ്ത്രീ അവരുടെ വീടിന് പുറത്ത് വിചിത്രമായ ഒരു വലിയ ശബ്ദം കേട്ടു. അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ അവർ വീട്ടിലെ CCTV ഫുട്ടേജ് പരിശോധിച്ചു. അതിൽ കണ്ട കാഴ്ച അവരെ നടുക്കിക്കളഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വിചിത്ര രൂപം അടഞ്ഞുകിടന്ന ഗേറ്റിനടുത്തേക്ക് വരികയും ഗേറ്റ് തുറക്കാതെ തന്നെ ഗേറ്റിലൂടെ അകത്തേക്ക് കയറുകയും ചെയ്തു. ശേഷം അത് പതിയെ വീടിനടുത്തേക്ക് നടന്നു. തിളങ്ങുന്ന ആ വിചിത്ര രൂപം പതിയെ മങ്ങി ഒടുവിൽ അപ്രത്യക്ഷമായി. ലോക്ക് ചെയ്തിരുന്ന ഗേറ്റിലൂടെ എങ്ങനെ അത് കടന്നുവന്നു എന്നാണ് ആ സ്ത്രീ അതിശയത്തോടെ ചോദിക്കുന്നത്. വീഡിയോയിൽ കണ്ടത് ഒരു സാധാരണ മനുഷ്യനല്ല എന്നാണ് ഒരുപാട് പേർ അഭിപ്രായപ്പെട്ടത്. പുതിയ വീട്ടിലേക്ക് താമസം മാറിയ ഒരു യുവാവ് ആഴ്ചകൾക്ക് ശേഷമാണ് ആ വീട്ടിൽ നടക്കുന്ന വിചിത്രവും അമാനുഷവുമായ സംഭവങ്ങൾ ശ്രദ്ധിച്ചത്. ദിവസം തോറും അത് കൂടുതൽ ശക്തവും ഭയാനകവുമായി മാറി. അതിന്റെ എല്ലാം ആരംഭം ഒരു ദിവസം രാത്രിയിൽ അവൻ തന്റെ ഫോട്ടോസ് എടുക്കുമ്പോഴായിരുന്നു. I'm literally freaking shaking right now. I'm so freaking scared. I just got finished checking my whole apartment. I just found out. Oh my god. I just found out you can connect your camera to your computer that doesn't have a webcam, and you can use your phone as a camera. Okay, so I was on the photo booth app. I was just like, okay, let me play around with the app and use this in forever. And oh my god, I'm so fucking scared. I was taking the photos, whatever, and I was looking back at them, and I saw that there's this black line, and it's because my cabinet opened a little bit, and I went to the next one, and I don't even know why this is like lit up back here. You know, this is like the thermal photo thing, and it's like lit up. So I kept going to the next one, and I swear I freaked out because one, I don't know how it opened, but two, I swear that's like a face right there. Like it's literally like I don't understand like what that could be. Like it's literally a face, and I'm like, I'm freaking out right now. And the next one, like the computer started glitching, so it took, I don't know what this is, and then I took a photo. When I realized, it just like snapped a photo automatically. But I swear that's, and I've already checked. I checked my whole apartment. This, I don't. This, I thought maybe it was up this because this is black up here, but it was on the second shelf. Like it was not up. It was right here, and there's nothing that looks anything remotely like that. Like it's so, I don't understand. I don't know if I'm overreacting or I don't know what to do. Like I swear that's a face. എടുത്ത ഫോട്ടോസ് ഓരോന്നായി നോക്കിയപ്പോഴാണ് പിന്നിലെ കിച്ചൺ ക്യാബിനറ്റ് തനിയെ തുറന്നു കിടന്നതും അതിനുള്ളിൽ ഒരു ഭീകരമായ മുഖവും അവൻ കണ്ടത്. ആ മുഖം അവനെ തന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. ആ ദിവസം തന്നെ മണിക്കൂറുകൾക്ക് ശേഷം അവന്റെ ബെഡ്റൂമിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടപ്പോൾ അവൻ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് സംഭവിച്ചത് ഇതാണ്.
വാർഡ്രോബ് ലൈറ്റ് സ്വയം മിന്നിയണയുകയും തൂങ്ങിക്കിടന്ന തുണികൾ ചലിക്കാനും തുടങ്ങി. എന്നാൽ ഏറ്റവും ഭയാനകമായ കാര്യമെന്തെന്നാൽ അലമാരയ്ക്കുള്ളിൽ അവനെ നിരീക്ഷിച്ചുകൊണ്ട് ഭീകരമായ ഒരു മുഖം കാണാം എന്നതാണ്. എന്നാൽ അപ്പോൾ അവനത് ശ്രദ്ധിച്ചില്ല. ദിവസങ്ങൾ കഴിയുന്തോറും പാരാനോർമൽ ആക്ടിവിറ്റീസ് കൂടുതൽ അക്രമാസക്തമായി മാറി. For a few minutes, I'm gonna go see what's going on. It's going on for a few minutes now. Shit. Oh, my shot glasses. Oh, fuck this. ആ സംഭവത്തിനു ശേഷം അവൻ വീടിനുള്ളിൽ പലയിടങ്ങളിലായി CCTV ക്യാമറ സ്ഥാപിച്ചു. അവിശ്വസനീയമായ കാര്യങ്ങളാണ് അതിൽ ക്യാപ്ചർ ആയത്. That'd be a good time to update you guys on my haunted apartment and the stuff that's been going on. Things have been getting increasingly worse, and recently it's been really active at night while I sleep. I've been waking up with a lot of bruises and scratches, usually around my neck, some around my stomach, and because of it, my friends and I placed these little cameras around my apartment, and essentially the cameras start recording when it catches movement. So they're running 24 hours a day all around my apartment, and when movement is caught, it starts recording, and then you're able to play it back. So we're hoping to get some more stuff on tape. അദൃശ്യമായൊരു ശക്തി വയലന്റായി അവന്റെ കാലിൽ പിടിച്ച് വലിച്ചിഴയ്ക്കുന്നു. ജീവൻ വേണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറിക്കോ എന്നാണ് ഒരുപാട് വ്യൂവേഴ്സ് കമന്റ് ചെയ്തത്. ജിയാൻ എന്നയാളാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഒരു ദിവസം രാത്രിയിൽ തന്റെ ഭാര്യയുടെ അലർച്ച കേട്ട് ജിയാൻ ബെഡ്റൂമിലെത്തിയപ്പോൾ കണ്ടത് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഭയന്ന് കരയുന്ന ഭാര്യയാണ്. ജനാലയിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടെന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ കാര്യമറിയാൻ പുറത്തിറങ്ങിയ ജിയാൻ അമ്പരന്നു പോയി. Diungo na may dire. Pantag tao lang ni patay ning buang lagi. ആരാണ് ജനാലയിൽ തട്ടുന്നതെന്നറിയാൻ പുറത്തിറങ്ങിയ ജിയാൻ കണ്ടത് ജനാല സ്വയം കുലുങ്ങുന്നതാണ്. മറ്റാരും അത് കുലുക്കുന്നതല്ല. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ജിയാന് മനസ്സിലായി. Gawas ako, wait tao. Awa, gawas na to. Awa, bintana na mo. Wait tao.
ka nga ba? Ang mali yung lugar. Saan mo giungok kita diri? Giungok na magkaanin ni style. Lagi. Wala gid lagi. Tawa. Kawas na ito ah. Kawas na ko. Wag gid. Patay maning. ഇത്തവണ ഒന്നല്ല, വീട്ടിലെ എല്ലാ ജനാലകളും ഒരേ സമയം കുലുങ്ങാൻ തുടങ്ങി. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ജിയാൻ അറിയില്ല. പക്ഷെ അന്നു മുതൽ അയാൾ വിശ്വസിക്കുന്നത് തന്റെ വീട് ഹോണ്ടഡ് ആണെന്നാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോയ്ക്ക് 500 ലൈക്ക് കിട്ടിയാൽ ഇതിന്റെ അടുത്ത പാർട്ട് എത്രയും വേഗം ചെയ്യുന്നതാണ്. ഇതിലും ഭീകരമായ സ്കേറി ഗോസ്റ്റ് വീഡിയോസ് തുടർന്നും കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.